ലേശം ഒരു മനശല്യത്തോടെയാണല്ലോ ഇന്നിങ്ങോട്ട് പോന്നിരിക്കുന്നത്. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഇല്ലേ? പതിവ് ശല്യമൊന്നല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ ഒന്നുമില്ലേ? ഇല്ല. ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പായി വീട്ടിലാർക്കെങ്കിലും അഗ്നിബാധയുണ്ടായോ? അഗ്നിബാധ എന്ന് പറയാൻ അഗ്നിസ്മരണ, അഗ്നിസ്പർശം, അഗ്നിസാമീപ്യം ഞാൻ കാണുന്നു. പോരാൻ തുടങ്ങുമ്പോ മോന്റെ കൈമേ ലേശം തീ പൊള്ളി. പോരെ, ഈ വിദ്വാൻ കൊള്ളാമല്ലോ. സ്വന്തം മകന് തീപ്പൊള്ളലേറ്റിട്ട് അതൊരു മനശല്യമായി അംഗീകരിക്കാൻ കഴിയാത്ത കക്ഷി. കഷ്ടം. മതി. സത്യം തുറന്നു സമ്മതിക്കുന്നത് ആക്ഷേപമാണെന്ന് കരുതുന്ന വർഗങ്ങളുടെ ഇടയിൽ നിന്ന് തരിയാൻ എന്നെ കിട്ടില്ല. Sir, please. Sorry, sir. Sir, please. ഹിപ്പോക്രസി സഹിക്കില്ല. Sir, എല്ലാരും വല്ലാതെ റിക്വസ്റ്റ് ചെയ്യണം. മാഷ് പോയി. ഞങ്ങളോട് ക്ഷമിക്കും മാഷെ. ചിലർക്ക് ചിലതങ്ങോട്ട് പരസ്യമായി സമ്മതിക്കാനുള്ള മടി കാരണമാണ്. അതെ, അത് സാധാരണയാ. സാറ് വേണമെങ്കിൽ കുറച്ച് റിലാക്സ് ചെയ്തിട്ട്. ഇന്നിന് നടക്കില്ല കുട്ടികളെ. തളർന്നാ പിന്നൊന്നും പറയാൻ പാടില്ല. പറഞ്ഞാൽ ശരിയാവുകയില്ല. തളരുമ്പോഴായി ഒരു പിണങ്ങി പോരാനൊക്കെ തോന്നുന്നത്. ഞാൻ ഇറങ്ങട്ടെ. കില്ലർ ഏറെക്കുറെ ട്രേസ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് കേസന്വേഷണത്തിൽ പുരോഗതിയിലെന്ന് പറയുന്നത് എങ്ങനെയാ? അപ്പോ ഏറെക്കുറെ ട്രേസ് ചെയ്ത് കഴിഞ്ഞു. ആ, കൊലയാളി ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും സംരക്ഷണയിലാണെന്നും അത് കാരണം പോലീസ് അനാസ്ഥ കാണിക്കുന്നു എന്നുമുള്ള ആരോപണത്തിന് എന്ത് മറുപടി പറയുന്നു? നിന്റെ അമ്മയുടെ പുട്ടിയേട്ടാ. അവന്റെ ഒരു ഫോട്ടോ ഫീച്ചർ. നോക്കി. ഇത് നമ്മുടെ അന്നത്തെ മാഷ. നമുക്കൊന്ന് പോയി കണ്ടാലോ? എന്തിന്? ഒന്നിനുമില്ല, വെറുതെ വാന്നേ, ഒരു രസമല്ലേ? ഗുഡ് ഈവനിങ് സർ. ഐ എം ലക്ഷ്മി. ഞങ്ങളന്ന് വുമൻസ് ക്ലബിന്റെ ഫംഗ്ഷൻ നടത്തിയ ലക്ഷ്മി ഹരിദാസ്. ഓ, മാഷി ഇവിടെ? വെറുതെ സമയം പോവാൻ. ഇതെന്റെ ഹസ്ബൻഡ് ഹരിദാസ് ദാമോദരൻ. ഹലോ. അന്നെ ട്രൈ ചെയ്താണ്. അതെയോ? അപ്പോൾ കാണുന്ന മുഖങ്ങളൊന്നും പിന്നീട് എനിക്ക് ഓർമ്മയുണ്ടാവാറില്ല. അന്നെ സാറ് വിരട്ടി കളഞ്ഞില്ലേ? പറഞ്ഞതെല്ലാം മൈന്യൂട്ട് ഡീറ്റെയിൽസ് കൂടെ നേര്. കാർട്ടൂൺസ് ഒക്കെ ഞാൻ മുമ്പേ ശ്രദ്ധിച്ചിട്ടുള്ളതാ. ഇപ്പോഴും കീനായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. സാറിന്റെ ആ സിനിക്കൽ ഹ്യൂമർ ഉണ്ടല്ലോ, അതാണ് എനിക്കിഷ്ടം. ഇത്ര ഷാർപ്പായിട്ട് വരകളിലൂടെ സോഷ്യൽ ക്രിറ്റിസം നടത്തുന്ന ഒരാളിന് ഇങ്ങനെ ഒരു അൺറിയൽ പ്ലെയിനില്. അൺറിയൽ പ്ലെയിനോ? ദിസ് ഈസ് എ റിയൽ പ്ലെയിൻ. സോറി. സർ, എന്റെ ഹസ്ബൻഡിന് ഒരു കാര്യം അറിയാനുണ്ട്. ഇപ്പോ ഇവിടെ വെച്ച് ചോദിക്കുന്നോണ്ട്. അല്ലാതെ പിന്നെ എവിടെ വെച്ച് ചോദിക്കാനാ? അല്ല, വീട്ടിൽ വന്ന്. പലർക്കും ഇതുപോലെ അബദ്ധം പറ്റാറുണ്ട്. എന്റെ വീട്ടിൽ ആള് വരലും പലം പറച്ചിലും ഒന്നുമില്ല. ബോർഡ് വെച്ചുള്ള കച്ചവടം അല്ല എന്റേത്. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ എവിടെ വെച്ചും ചോദിക്കാം. ഇദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റിലാ. ഓഹോ. പുള്ളിക്കാരൻ ഇപ്പൊ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസിന്റെ പിന്നാലെയാണ്. അതിന്? അല്ല, സാറ് നോക്കുമ്പോ ഈ അന്വേഷണത്തിന് ഹെൽപ്ഫുൾ ആകുന്ന എന്തെങ്കിലും സൂചനകൾ കണ്ടാൽ. സൂചനയോ? എന്റെ കയ്യിൽ സൂചനകളൊന്നുമില്ല. ഈ കേസിൽ ഞാൻ കാണുകയാണെങ്കിൽ കാണുക കൊലപാതകമായിരിക്കും. ചിലപ്പോ ഒന്നിലധികം കൊലകളായിരിക്കും. ഒടുവിൽ കൊലപാതകയെ തന്നെ ആയിരിക്കും. അങ്ങേക്കത് കാണാൻ കഴിയുമെന്നാണോ? എന്താ സംശയം? പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളെ ഒട്ടും ഹെൽപ്പ് ചെയ്യില്ല. ഐ എം സോറി. വൈ?
ജനനം പോലെ തന്നെ രഹസ്യാത്മകമാണ് മരണവും, ഓരോ മരണവും. അത് ചൂഴ്ന്നു ചെല്ലാൻ ശ്രമിക്കുന്നത് പ്രകൃതി നിയമങ്ങളെ ധിക്കരിക്കലാണ്. പക്ഷേ ഇത് ജീവിച്ചിരിക്കുന്ന മറ്റു മനുഷ്യജീവികൾക്ക് സഹായമാവുമെങ്കിൽ? എങ്കിലും വയ്യ. പ്രധാനമായിട്ടും എനിക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ തന്നെ ഇഷ്ടമല്ല. വഴിമുട്ടുമ്പോൾ ഓടി വരും. എന്തിനാ ഓടി വരുന്നത്? സ്വയം പരിശ്രമിക്കാൻ മടിയായതുകൊണ്ട്. എന്നിട്ടും ഒരിക്കൽ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനെ സഹായിച്ചതാണ്. ആളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, എന്നിട്ടും അറസ്റ്റ് ചെയ്തില്ല. തെളിവില്ലായിരുന്നു പോലും. കേസ് തള്ളിപ്പോയി. ഒടുവിൽ 2 കൊല്ലം കഴിഞ്ഞപ്പോ താനേ കേസ് തെളിഞ്ഞു. അപ്പോ ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തവൻ തന്നെ കൊലപാതകി. പക്ഷെ അതുകൊണ്ട് അപ്പോഴെന്ത് പ്രയോജനം? അന്ന് ഞാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. ഐ ആം സോറി. സോറി. അല്ല, സാറിരുന്നോളാം, ഞങ്ങൾ സ്ഥലം ഒഴിഞ്ഞോളാം. വല്ല കാര്യമുണ്ടോ അങ്ങനെ കൊണ്ട് എന്നെ ചീത്ത കേൾപ്പിക്കാൻ? അതിനങ്ങേര് ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല. പിന്നെ സാരമില്ല, അങ്ങേരെ പിടിക്കാനൊരു വഴിയുണ്ട്. മിസ്സസ് നെടുങ്ങാടിയെ കൊണ്ട് പറയിപ്പിക്കാം. അവര് പറഞ്ഞാ ഒന്നും വേണ്ടന്റെ സാറേ, എന്റെ ജോലി ഞാൻ ചെയ്തോളാം. അങ്ങേരുടെ ജോലി അങ്ങേരും. എനിക്ക് അവന്റെയും ഒരു ഗോഡ്മാന്റെ സഹായം അതിന് ആവശ്യമില്ല. കുറെയൊക്കെ ഊമക്കത്തുകളുണ്ട്. എന്നാലും ഫുൾ അഡ്രസ് വെച്ച് എഴുതിയിരിക്കുന്ന എത്ര ആളുകളാ? 1000-ഓളം വരുമെന്നാ തോന്നുന്നത്. അതും 2 ആഴ്ചക്കുള്ളിൽ. സംശയം തോന്നുന്നവരെ പറ്റി വിവരം തരണമെന്നേ നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടുള്ളൂ. അതിന്റെ കെയർ ഓഫില് മുൻ വൈരാഗ്യമുള്ള ആരെക്കുറിച്ചും ആർക്ക് വേണേലും എഴുതാം. അതിന് സാധ്യതയുണ്ട്. പിന്നെ ഈ ഭീതി മുതലെടുക്കാൻ ക്രിമിനൽസ് ഇറങ്ങിയിട്ടുണ്ട്. വയസ്സന്മാർ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളിൽ നിന്ന് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചറ പറ മോഷണമാണ്. ഒരു നിഴല് കണ്ട വീട്ടുകാരൻ ബോധം കെട്ട് വീഴുമെന്നുള്ള അവസ്ഥ. കള്ളന് സൗകര്യമായില്ലേ? ആ, പിന്നെ ആ മറ്റേ സ്ത്രീയില്ലേ, കുവൈറ്റ് മണിയുടെ കീപ്പ്, പത്മം. ആ, അവര് തന്നെ. അവർ ബോംബെയിലായിരുന്നോ ജോലി ചെയ്തിരുന്നത്? അറിയില്ല. എന്നാൽ ആയിരുന്നു. എനിക്ക് ഈയിടെ കിട്ടിയ ഒരു ഇൻഫർമേഷന് മണിയുടെ ഓഫീസിൽ തന്നെ നിർത്തിയേക്കായിരുന്നു. സർ, ഞാൻ ചുമ്മാ ഒന്ന് കണക്കൂട്ടി നോക്കിയപ്പോ നിങ്ങൾ പറഞ്ഞ ആ മിസ്റ്റർ റൊസാരിയോ ബോംബെ കിടന്ന് മരിക്കുമ്പോ ഈ സ്ത്രീ ബോംബെയിൽ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് എ വാല്യുബിൾ പീസ് ഓഫ് ഇൻഫർമേഷൻ, അല്ലേ? ഡെഫിനറ്റ്ലി സർ. സാർ ഈ പറഞ്ഞ കാലത്തൊക്കെ ഞാൻ ബോംബെയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. മിസ്റ്റർ മണിയുടെ എക്സ്പോർട്ടിംഗ് സെക്ഷൻ. അതെ. പക്ഷേ ഇതുപോലൊരു സൂയിസൈഡിനെ പറ്റിയോ റൊസാരിയോ എന്നൊരാളെ പറ്റിയോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ബോംബെ പോലൊരു സിറ്റിയിൽ അറിഞ്ഞോളന്നില്ല, ആളെ പരിചയമില്ലെങ്കിൽ. ഇല്ല, എനിക്ക് അങ്ങനെ ഒരു വ്യക്തിയെ പറ്റി അറിവൊന്നുമില്ല. മിസ്റ്റർ മണിയും റൊസാരിയോയും തമ്മിൽ പരിചയം ഉണ്ടായിരുന്നു? എന്തോ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. റൊസാരിയോ എന്നുള്ള ഈ പേര് ഞാൻ ആദ്യം കേൾക്കുകയാണ്. ഇറ്റ് സൗണ്ട്സ് ടോട്ടലി സ്ട്രേഞ്ച് ടു മീ. റൊസാരിയോയും മണിയും തമ്മിൽ പരിചയം ഉണ്ടായിരുന്നു എന്ന് ഞാൻ അന്വേഷിച്ചോളാം. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞാൽ നിങ്ങളെ പിന്നെ ഈ വീട്ടിൽ വെച്ചായിരിക്കില്ല ക്വസ്റ്റ്യൻ ചെയ്യുക. യു വിൽ ബി അവർ പ്രൈം സസ്പെക്ട്. യുവർ വിഷ്. ജവഹർ നഗർ കോളനി. ആ, ഇപ്പൊ അയക്കാം. യെസ്, സാർ അവിടെ തന്നെ ഇരുന്നാ മതി. റൂം ലോക്ക് ചെയ്തിരിക്കല്ലേ? അവിടെ ഇരുന്നോ, ഇപ്പൊ ആളെത്തും. ആ, ദാമോർമലല്ലേ? SP ഹിയർ. ഒരു അഡ്രസ് ഒന്ന് എഴുതിയെടുക്ക്. എന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങോട്ട് വാൻ വിടണം. ഹൗസ് നമ്പർ 130, തെല്ലേരി സ്ട്രീറ്റ്, ജവഹർ നഗർ കോളനി, ട്രീറ്റ് ഇറ്റ സർജന്റ്. അവിടെ ചെന്നിട്ട് സിറ്റുവേഷൻ നോക്കിട്ട് എന്നെ വേണേ വിളി. ആ, നിന്റെ ESPയാ? ആ, അങ്ങേര് പറയുന്നത് അങ്ങേരെ വീടിന്റെ അപ്സ്റ്റേഴ്സിൽ ഒരു കില്ലർ ഉണ്ടെന്നാ. ഇപ്പോഴോ? ആ, ദിസ് വെരി സെയിം മൊമെന്റ്. ഒരു മാസ് ഹിസ്റ്റീരിയ പോലെ സന്ധ്യയാവുമ്പോ കിലവന്മാർക്കെല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് ഇളകുക. അയ്യോ, തമാശകളാ. എന്താ സംഗതി എന്ന് പറയൂ. അതോ, വാരമാഷക്ക് ഒരു 5 മിനിറ്റ് മുമ്പ് ഒരു സംശയം. അപ്സ്റ്റേഴ്സിൽ ഒരാളുണ്ടോന്ന്. പുള്ളി ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാ. കണ്ടോ? മാഷ് പറയുന്നത് പുള്ളി ഒരു മനുഷ്യന്റെ ഷോൾഡർ മായുന്നത് കണ്ടുവന്നാ. എങ്കിൽ കണ്ടു കാണും. ഏതായാലും കച്ചിയോടി മുറി കയറി വാതിലും ലോക്ക് ചെയ്തു. പോലീസിനെ വിളിക്കാൻ തുടങ്ങിയപ്പോ ആദ്യം തടഞ്ഞത് നീ ഇന്ന് ബോട്ട് ക്ലബ്ബിൽ വെച്ച് കൊടുത്ത നമ്മുടെ അഡ്രസ് കാർഡാ. എന്നിട്ടാണോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. അത് പോരാ, ആ പാവം മനുഷ്യൻ ഭയന്നിട്ടല്ലേ വിളിച്ചത്. ഒന്ന് ഓടി ചെല്ലൂന്നേ. ചേട്ടാ, അതിന് വേറെ ആള് പോയിക്കോളും. പോയി കഴിഞ്ഞു കാണും. അവരെ ഉഴപ്പിയാലോ? എന്തിനാ റിസ്ക് എടുക്കുന്നത്? നിങ്ങൾക്ക് എന്താ ഒന്ന് അങ്ങോട്ട് പോയാ? വാനും വന്നോട്ടെ. അദ്ദേഹം നേരിട്ട് വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് പോണം. എണീക്കുന്നേ. ആ,
രാത്രി വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കാത്തവരുടെ ലിസ്റ്റില് സ്വന്തം കെട്ടികളും കൂടെ. ആ കൊടു വണ്ടിയുടെ താക്കോലോട്. ഞാനാ? വരൂ. ഞാൻ കിടക്കാൻ തുടങ്ങായിരുന്നു. നാമം ജപിച്ചോണ്ടിരുന്നപ്പോ മുകളിലൊരു ശബ്ദം കേട്ടു. ചെന്ന് നോക്കിയപ്പോ ഒരു നിഴലനങ്ങി. ആരാണ് ചോദിച്ചതിന് മറുപടി ഒന്നും പറയാതെ അത് റൂമിലേക്ക് കയറിപ്പോയി. ആളെ കണ്ടോ? മുഖം കണ്ടില്ല, പക്ഷെ ബോഡി കണ്ടു. അപ്പൊ തന്നെ ഞാൻ അങ്ങേക്ക് ഫോൺ ചെയ്യായിരുന്നു. നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇവിടെ താമസം? അതെ, ഡ്രൈവറും ജോലിക്കാരും ഒക്കെ വൈകുന്നേരം ആകുമ്പോ വീട്ടിൽ പോകും. ഏത് മുറിയിൽ? എവിടെ പോയി കിടക്കായിരുന്നു? ഇപ്പോഴാണോ എഴുന്നേറുന്നത്? മെസ്സേജ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയി. പിന്നെ വീട് ലൊക്കേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. ആള് പോയി തപ്പി നോക്ക് സമയങ്ങളാണ്. ദാ ഈ വഴിക്കാ പോരുന്നു. സർ. വെളുപ്പിനെ വിളിച്ചത് ബുദ്ധിമുട്ടായോ? ഇല്ല, നമുക്ക് അകത്തോട്ടിരിക്കാം. ലപ്പി, ആ, ഇന്നലെ രാത്രി വിശേഷിച്ചെന്തെങ്കിലും ഉണ്ടായി. അതാണല്ലോ. അല്ല, അവിടെ പോലീസുകാരില്ലേ? ഉവ്വ്, രണ്ടാളുണ്ട്. അത് ആവശ്യപ്പെട്ടതിന്റെ പിറ്റേന്ന് പോലുണ്ട്. കാപ്പിയോ ചായയോ? എന്തും ആവാം. കാപ്പി? ഓ, ഇന്നലെ രാത്രി തീരെ ഉറക്കമുണ്ടായില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഏതാണ്ട് പുലർച്ചെ ആറായപ്പോ ഒന്ന് മയങ്ങി. ആ മയക്കത്തിനിടയിൽ ഞാൻ അമ്മനെ കണ്ടു. ഏറെക്കുറെ വ്യക്തമായിട്ട് തന്നെ അവൻ ആ നേരത്തും തണുത്ത ഇന്നത്തെ ഈ വെളുപ്പാങ്കാലത്തും രക്തദാഹിയായി അലഞ്ഞു തിരിയുന്നതാണല്ലോ എനിക്ക് കാണാൻ കഴിഞ്ഞു. അവന്റെ പിറകിൽ
നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലുകൾ കണ്ടു. അവയുടെ പാമരങ്ങളിൽ ഉണരുന്ന കടൽക്കാക്കകളെ കണ്ടു. ഒരു വലിയ മനുഷ്യൻ. ഞാൻ അവനെ പറ്റി പറയട്ടെ. വലിയ കൈകാലുകൾ, അങ്ങിങ്ങ് പൊളിഞ്ഞ തൊലിപ്പുറത്ത് ഉണങ്ങിയ അഴുക്കും മണലും ചോരക്കറയും. കണ്ണുകൾ, കണ്ണിൽ പേപ്പട്ടിക്കണ്ണിന്റെ ജീവരാഹിത്യം. അതെ, അവനിൽ ഞാൻ കൊടിയ ഭ്രാന്തിന്റെ ബീജങ്ങളല്ലോ കാണുന്നു. അതെ, അത് ഭ്രാന്ത് തന്നെ. എന്നാൽ അവനെ കണ്ടാലോ ഒരു സാധാരണ മനുഷ്യൻ. ഒരാളിലും ഭ്രാന്തിൻ്റെതായ ഒരു സംശയവും ജനിപ്പിക്കാത്ത ചലനങ്ങൾ. എങ്കിലവന്റെ ഉള്ളിൽ പുകയുന്നതോ എപ്പോൾ വേണമെങ്കിലും മറനീക്കി പുറത്തു വരാവുന്ന കത്തുന്ന ചിത്തഭ്രമത്തിന്റെ കനലുകൾ. അവനിപ്പോ എവിടെ ഉണ്ടാവുന്ന? അവൻ ഈ സിറ്റിയിൽ തന്നെയുണ്ട്. വിട്ടുമാറാതെ കെട്ടിക്കിടക്കുന്ന കറുത്ത ശവപ്പുക പോലെ അവന്റെ സാന്നിധ്യം ഈ നഗരത്തിന് മേൽ ഞാൻ കാണുന്നു. അതെ, ഇവിടെ മുഴുവൻ ഇടവഴികളാണ്. വഴി പറഞ്ഞ പിടികിട്ടുക. ഇവിടെ നടത്തോട്ടുള്ള 4ാമത്തെ ഇടവഴിയിൽ നിന്ന് പിന്നെ ഇടത്തോട്ട് 2 മുടുക്കൾ പോകുന്നുണ്ട്. അതിൽ ഇയാളി വണ്ടിയിലോട്ട് കയറും. കാണുന്ന 3ാമത്തെ വീട്.
Thank you.